കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താണ് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിധിയെപ്പോലും മാറ്റിയെഴുതാൻ തക്ക കെൽപ്പുള്ള വിധിയെപ്പോലും മാറ്റിയെഴുതാൻ തക്ക ശക്തിയുള്ള 5 ഉപാസനാ ദേവത അല്ലെ 5 ദേവതാ സങ്കല്പങ്ങളെ പറ്റിയാണ്. അപ്പം അത് പ്രധാനമായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിധികൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാലഘട്ടത്തിൽ ഇന്ന കാര്യങ്ങൾ നമ്മുടെ ജാതകത്തിൽ സംഭവിക്കാം, ഇന്ന സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ, ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ, ഇന്ന ജോലികൾ ചെയ്യാൻ, ഇന്ന ആളിനെ വിവാഹം കഴിക്കാൻ, ഇന്ന പേരിൽ തുടങ്ങുന്ന ആളിനെ വിവാഹം കഴിക്കാൻ, ഇന്ന ദിക്കിൽ നിന്ന് വിവാഹം കഴിക്കാൻ, ഇന്നിടത്ത് വസ്തു മേടിക്കാൻ, ഇന്നിടത്ത് വസ്തു കൊടുക്കാൻ, ഇവയൊക്കെ ജാതകത്തിൽ നമുക്ക് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് സമ്പൂർണ്ണ ജാതകം നമ്മൾ എഴുതണം. സമ്പൂർണ്ണ ജാതകം അത് വിധിപ്രകാരം നമുക്ക് എഴുതി അത് ഗണിച്ച് അതിൻ്റെ ഫലങ്ങളെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്ക് ഓരോ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തെ നമ്മൾ ചിന്തിച്ചിട്ടേ കാര്യമുള്ളൂ. ഒരു 50 വയസ്സായ ഒരാൾ എത്രാമത്തെ വയസ്സ് കല്യാണം കഴിക്കും, അല്ലെ ഇനിയിപ്പോൾ ഏത് നിൽക്കുന്ന വിവാഹം ആലോചിക്കേണ്ട, അങ്ങനെ ചിന്തിക്കുകയല്ല. വിവാഹത്തിന് ജാതകത്തിൽ 25 വയസ്സിനകമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ചിന്തിച്ച് എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അതിന് പ്രതിവിധി അന്നേരം ചെയ്യണം. ഇപ്പം നമുക്ക് ജാതകത്തിൽ മറ്റ് വിഷയങ്ങളൊന്നുമില്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന 5 ദേവതാ സങ്കല്പങ്ങളെ നമുക്ക് പ്രീതിപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജാതകത്തിൽ നമുക്ക് എഴുതി വെച്ചേക്കുന്ന ഏത് തരത്തിലുള്ള ദുർവിധികളായാലും ദുർദോഷങ്ങളായാലും ദുരവസ്ഥകളായാലും മാറ്റിയെടുക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ വെച്ചാൽ പരശുരാമസ്വാമിയാണ്. കേരളമൊക്കെ ഉണ്ടാക്കിയ ഒരു പരശുരാമസ്വാമിയായിട്ടാണ് പറയപ്പെടുന്നത്. മഹാവിഷ്ണു ഭഗവാന്റെയൊക്കെ ഒരു അവതാരമായിട്ടൊക്കെ പരശുരാമസ്വാമിയൊക്കെ പറയാറുണ്ട്. രണ്ടാമത്തെന്ന് വെച്ചാൽ പഞ്ചമുഖ ഹനുമാൻ, 5 മുഖമുള്ള ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമി എല്ലാവർക്കും അറിയാം, രുദ്രാവതാരമാണ്, വായുപുത്രനാണ്. അദ്ദേഹത്തിന് അത്രയും ശക്തിയുള്ള വേറെ ആരുമില്ല. അപ്പം അങ്ങനെയുള്ള 5 മുഖത്തിലുള്ള ഹനുമാൻ സ്വാമി. മൂന്നാമത്തെ വെച്ചാൽ മഹാദേവൻ്റെ അതിരൗദ്രമായിട്ടുള്ള അവതാരമാണ് ശരഭമൂർത്തി എന്ന് പറഞ്ഞ ആ ശരഭമൂർത്തി ഭാവത്തിന്. ഇനി നാലാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വീരഭദ്രൻ. അതും നമുക്ക് ഈ ഭഗവാന്റെ തന്നെ മഹാദേവൻ്റെ അവതാരമായിട്ടാണ് വീരഭദ്രനെ പറയുന്നത്. അതുപോലെ അഞ്ചാമത്തേന്ന് വെച്ചാൽ കരിങ്കാളി, ഭദ്രകാളി ഭഗവതി സങ്കല്പത്തിൽപ്പെട്ട ഏറ്റവും ശക്തിയേറിയ ഏറ്റവും ബൃഹത്തായിട്ടുള്ള പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു ദേവതാ സങ്കല്പമായിട്ട് കരിങ്കാളിയെ പറയാറുണ്ട്. അപ്പം ഈ 5 ദേവതകളെ ഒരുമിച്ച് ഉപാസിക്കുന്നതും 5 ദേവതകളുടെ നമസ്കാര മന്ത്രം, 5 ദേവതകളുടെ മൂലം നിർമാല്യം, ഈ പൂജാവിധാനങ്ങൾ ഒക്കെ വിധിപ്രകാരം നല്ലൊരു ആചാര്യനിൽ നിന്നും ഉപദേശമായിട്ട് വാങ്ങിച്ചിട്ട് അതിനെ ഉപാസിക്കാൻ സാധിക്കുമെങ്കിൽ ഉപാസിക്കുക. അല്ലെ ഇവരുടെ 5 പേരുടെയും കൂടെ യന്ത്രം നമുക്കൊരു ഏലസിൽ അല്ലെ ഒരു കൂടിൽ അടക്കം ചെയ്ത് ധരിക്കുന്നത്, 5 പേരുടെ യന്ത്രം നമുക്ക് വീടിൻ്റെ 5 മൂലയ്ക്കായിട്ട്, അതായത് 4 മൂലയ്ക്കും നടവാതുക്കലും സ്ഥാപിക്കുന്നത് ഒക്കെ നമുക്ക് എത്ര വിധിദോഷമായാലും, നമുക്ക് എത്ര ഗ്രഹപ്പിഴ കാലഘട്ടമായാലും, എത്ര ദുർവിധികൾ നമ്മുടെ ജാതകത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും അവയൊക്കെ പോലും നമുക്ക് വിധിപ്രകാരം ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വഴി മാറ്റി വിടാൻ, അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ഒക്കെ നമുക്ക് സഹായിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവരെ ഉപാസന വാങ്ങിക്കാനാണെങ്കിൽ പരശുരാമസ്വാമിക്ക് വ്യാഴാഴ്ച ഉപദേശം വാങ്ങിക്കുന്നതും, പഞ്ചമുഖ ഹനുമാന് ചൊവ്വാഴ്ച ഉപദേശം വാങ്ങിക്കുന്നതും, ശരഭമൂർത്തിയുടെ ശനിയാഴ്ച ഉപദേശം വാങ്ങിക്കുന്നതും, വീരഭദ്രസ്വാമിക്ക് തിങ്കളാഴ്ച ഉപദേശം വാങ്ങിക്കുന്നതും, കരിങ്കാളിക്ക് വെള്ളിയാഴ്ച ഉപദേശം വാങ്ങിക്കുന്നു. ഈ മന്ത്രോപദേശങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഒന്നുകിൽ 5 പേരുടെ ഒരുമിച്ച് മന്ത്രോപദേശം ഒരാളിൽ നിന്ന് വാങ്ങിക്കാം, ഇല്ല എങ്കിൽ ഈ പറഞ്ഞ ഓരോ ദിവസങ്ങളായിട്ട് നമുക്ക് വാങ്ങിക്കാം. ഞായറാഴ്ച ദിവസം മലയാള മാസം 1-ാം തീയതിയൊക്കെ എല്ലാ ദേവതകളിലും മന്ത്രോപദേശം വാങ്ങിക്കാൻ ഏറ്റവും പറ്റിയ ദിവസവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉപദാസനായിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, നിങ്ങൾ ഗൃഹസ്ഥാശ്രമികളാണ്, അല്ലെ നിങ്ങൾക്ക് ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഉപാസന പറ്റുന്നില്ല എങ്കിൽ ഇവരുടെയൊക്കെ യന്ത്രങ്ങൾ എഴുതി ആ യന്ത്രങ്ങൾ ധരിച്ചാലും നമുക്ക് ഉപാസിക്കുന്ന പോലെ തന്നെ ഫലങ്ങൾ നമുക്കുണ്ടാവും. ഈ ഭഗവാന്മാരുടെ യന്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഇവരുടെ മന്ത്രങ്ങളും കൂടെ ജപിക്കേണ്ടതായിട്ടുണ്ട്. ആചാര്യൻ നിന്ന് ആ മന്ത്രങ്ങൾ ഉപദേശം വാങ്ങിച്ച് നമുക്ക് ദിവസം ഒരു 11 പ്രാവശ്യം മതി, ഏറ്റവും കുറഞ്ഞ 11 പ്രാവശ്യം. ഓരോ 5 പേരുടെ 11 പ്രാവശ്യം വെച്ചാകുമ്പോഴത്തെ 55 പ്രാവശ്യമല്ലേ വരത്തുള്ളൂ. 55 പ്രാവശ്യം നമുക്ക് ഏറ്റവും മൂലമന്ത്രം ജപിച്ചാൽ മതി, വേറെ ഒന്നും ജപിക്കേണ്ട. വീട്ടിൽ മറ്റേ ശുദ്ധിയൊന്നുമില്ല, സ്ഥിരമായിട്ട് ഈ യന്ത്രം ധരിച്ച് മന്ത്രം ജപിക്കുക. തീർച്ചയായിട്ടും നമുക്ക് എത്ര വലിയ മാരകദോഷങ്ങളായാലും ഈ 5 പേരും പ്രസാദിച്ചു കഴിഞ്ഞാൽ മാറിക്കിട്ടും. സംശയമില്ലാത്ത കാര്യമാണ്. അതിബൃഹത്തായിട്ടുള്ള രഹസ്യ പൂജാവധിപ്പെട്ടൊരു കാര്യമാണ് ഇത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ശക്തിയേറിയതാണ്. ആ ശക്തിയെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ മാത്രം
നമുക്ക് ഉപാസനയായിട്ട് എടുക്കുക. ഉപാസനയെ പിഴവ് വരാൻ പാടില്ല, അതും ശ്രദ്ധിക്കുക. അത് പുസ്തകം നോക്കി പറഞ്ഞു തരുന്ന ആചാര്യന്മാരുണ്ട്, അല്ലാതെ നമുക്ക് ഈ മന്ത്രങ്ങളെ ഉപാസിച്ച് ഉപാസനയെ കൊണ്ടുവന്നിട്ടുള്ള സിദ്ധിയുള്ള ആൾക്കാരിൽ നിന്നും നമുക്ക് മന്ത്രോപദേശം വാങ്ങിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക.